എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിന്റെ നാളത്തെ എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നാളത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്ന വെച്ചാൽ മഞ്ജുവിന്റെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളാണ്. മഞ്ജുവിന് സ്വർണം കൊടുത്തതാരാ? കരുണയാണ്. അത് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. കരുണ ഭയങ്കര വിശാല മനസ്കതയാണ്. കരുണ കണ്ണനോടും മഹാലക്ഷ്മിയോടുള്ള വാശിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യും. അതുകൊണ്ട് കരുണയാണ് സ്വർണമെല്ലാം കൊടുക്കുന്നത്. എനിക്ക് മഞ്ജുവിനെ ഭയങ്കര ഇഷ്ടമാണ്, മേഘേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ സ്വർണമെല്ലാം മഞ്ജു എടുത്തു. ഇത് ഞാൻ വെറുതെ തരുന്നൊന്നും അല്ല, തിരിച്ചു തരികയൊന്നും വേണ്ട. അതുപോലെ തന്നെ എനിക്കിത് തിരിച്ചും വേണ്ട, ഇത് സ്വന്തമായിട്ട് എടുത്തു. എനിക്ക് 150 പവൻ എൻ്റെ മുത്തശ്ശിയും അച്ഛനും ഒക്കെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ചൊന്നും വേണ്ട, ഇത് എടുത്തോളാം എന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. മഞ്ജു പറയുവാണ്, കർണാടകത്തിക്ക് എന്നോടുള്ള ഈ സ്നേഹത്തിന് പകരം എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിയത്തില്ലെന്നും പറഞ്ഞ് ഭയങ്കര സെന്റിമെന്റൽ ആകുവാണ് മഞ്ജു. മഞ്ജുവിനെ കൊണ്ട് ആ സ്വർണ്ണമെല്ലാം ഇടിയിപ്പിച്ചിട്ട് കരുണ പിന്നെയും പിന്നെയും ഒക്കെ നോക്കുവാണ് കണ്ണാടിയില്. എന്നിട്ട് കരുണ പറയുവാണ്, ഈ കല്യാണം എൻ്റെ അച്ഛനും മുത്തശ്ശിയും കൂടെ എല്ലാരും കൂടെ ഞങ്ങൾ ഇത് ഫ്രണ്ടിൽ നിന്ന് നടത്തും, അല്ലാതെ അവര് കൂടത്തില്ല എന്നും പറഞ്ഞൊന്നും ഈ കല്യാണം മുടക്കാനൊന്നും സമ്മതിക്കത്തില്ല. മഞ്ജുവിന്റെ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞാണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ നാളെയാണെങ്കിൽ മഞ്ജു സ്വർണം എല്ലാം കൂടി ഇട്ടോണ്ടിരിക്കുവാണ്. ഇതിനു മുമ്പായിട്ട് കല്യാണത്തിന്റെ കാര്യങ്ങളിൽ കണ്ണനോട് സഹകരിക്കണമെന്ന് പൂജയും ദുർഗയൊക്കെ പറയുവാണ് നാളെ. അപ്പൊ കണ്ണൻ തീർത്തു പറയുവാണ്, മേഘനയാണ് ഇവള് കല്യാണം കഴിക്കുന്നതെങ്കിൽ ഒരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. കണ്ണൻ പറയുന്നുണ്ട്, മേഘനാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട്, മേഘനാണെങ്കിൽ മഞ്ജു മാത്രമല്ല, മഞ്ജുവിന് മനസ്സിൽ മേഘൻ മാത്രമേ ഉള്ളൂ മുറച്ചെറുക്കൻ. പക്ഷെ മേഘന്റെ മനസ്സിൽ മഞ്ജു മാത്രമല്ല, ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. കാണാൻ കൊള്ളുന്ന എല്ലാ പെണ്ണുങ്ങളെയും അവൻ നോക്കും. അതുകൊണ്ട് അവൻ ശരിയല്ല എന്ന് പറയുവാണ്. അങ്ങനെ തീർത്തു പറയുവാണ്. മഹാലക്ഷ്മി പറയുന്നുണ്ട്, പെങ്ങളല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കണ്ണൻ സമ്മതിക്കത്തില്ല. അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട്, ഒരു കാരണവശാലും മേഘനാണെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മഞ്ജു ആണെങ്കിൽ ഒരുങ്ങിയൊക്കെ ഇരിക്കുവാണ്. ഒരുങ്ങി സ്വർണ്ണമെല്ലാം ഇട്ടിരിക്കുമ്പോഴത്തേനും കരുണ ബന്ധുക്കളോടെല്ലാം പറയുവാണ്, ഈ കല്യാണം നടത്തുന്നത് ഞാനും ഉണ്ണിയേട്ടനും കൂടെ ഫ്രണ്ട് നിന്ന് ഈ കല്യാണം നടത്തുന്നത്. എൻ്റെ അച്ഛനൊക്കെയാണ് ഈ കല്യാണത്തിന്റെ എല്ലാ ചെലവുകളും വഹിക്കുന്നതൊക്കെ കരുണ ബന്ധുക്കളോടൊക്കെ പറയുവാണ്. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ ബന്ധുക്കൾ കണ്ണനെ ക്വസ്റ്റ്യൻ ചെയ്യുവാണ്, എന്തുകൊണ്ട് ഈ കല്യാണത്തിന് പങ്കെടുക്കുന്നില്ല എന്ന് ചോദിക്കുവാണ്. ബന്ധുക്കളുടെ ചോദ്യം കേട്ട് മഹാലക്ഷ്മി ആണെങ്കിൽ ഞെട്ടിത്തെറിച്ചൊക്കെ നിൽപ്പുണ്ട്. പക്ഷെ കണ്ണൻ സ്മാർട്ടായിട്ട് മറുപടി പറയുവാണ്, താല്പര്യമില്ല എന്ന്. അപ്പം മഞ്ജുവിന് ലാസ്റ്റ് ഒരു പ്രതീക്ഷയുണ്ട്, കണ്ണന്റെ മനസ്സ് മാറി എങ്ങാനും കല്യാണത്തിന് കൂടിയാലോ എന്ന് ഉണ്ട്. കണ്ണൻ പറയുന്നത് അവർക്ക് സ്വത്തും പണവും മാത്രം മതി, അല്ലാതെ വേറൊരു താല്പര്യവും ഇല്ല. അതുകൊണ്ട് കണ്ണൻ കൂടിയാലും ഇല്ലെങ്കിലും അവർക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. അവർക്ക് മേഘന് മെയിനായിട്ടും വേണ്ടത് മഞ്ജുവിന്റെ സ്വത്താണ്. ഞാനെന്തോ കോടികളൊക്കെ മഞ്ജുവിന് കൊടുക്കുമെന്നോർത്തോണ്ടാണ് മേഘൻ ഈ കല്യാണത്തിന് ഒരുങ്ങിയത് തന്നെ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇന്നത്തെ എപ്പിസോഡിനകത്ത് അവര് കാറിൽ നിന്നൊക്കെ ഇറങ്ങി വരുവാണ്. ഇറങ്ങി വരുമ്പോഴത്തേനും ദുർഗ ചോദിക്കുവാണ്, പോയിട്ട് വല്ല പ്രയോജനമുണ്ടോ? അല്ലാതെ ഇവിടെ ഉള്ളവരെയൊക്കെ പേടിച്ചിട്ട് അവിടെ പോയി കിടന്ന് ചികിത്സിച്ചതല്ലേ ഭാര്യ കൂട്ടിരുന്ന്, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ കണ്ണൻ പറയുവാണ്, ആ വ്യത്യാസമൊക്കെ ഉണ്ടെന്ന്. അപ്പോഴാണ് കരുണ ചോദിക്കുന്നത്, എന്നിട്ടാണോ ഈ വീൽ ചെയറിൽ വന്നേക്കുന്നത്? അപ്പൊ പറയുക, നിങ്ങൾ എൻ്റെ കാലിലോട്ടൊന്ന് സൂക്ഷിച്ച് നോക്കിക്കെന്ന് പറഞ്ഞിട്ട് കണ്ണൻ ഇങ്ങനെ കാല് പൊക്കുന്നതല്ല, ഒരു കാലിങ്ങനെ പിടിച്ചിട്ട് മറ്റേ കാലിനെ മണ്ടലേക്ക് എടുത്തു വെക്കുന്നതാണ്. എടുത്തിട്ട് കണ്ണൻ ആ ഷൂ ഊരിയിട്ട് ഇങ്ങനെ കാലിങ്ങനെ അനക്കുന്ന കാണിക്കും. അത് കണ്ടതും ദുർഗയും മഞ്ജുവും കരുണയെല്ലാം കൂടെ അങ്ങ് ഞെട്ടിത്തെറിക്കുവാണ്. മഹാലക്ഷ്മി എല്ലാരും നോക്കുന്നുണ്ട്. എല്ലാരും നല്ല ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. അപ്പം മഹാലക്ഷ്മി ചോദിക്കുവാണ്, അല്ല എല്ലാവരുടെയും മുഖത്ത് എന്താ ഒരു വിഷമം? ഈ ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ, ഒന്നും ആയില്ലെന്ന്. ഇപ്പൊ ഇത് കണ്ടപ്പോ എന്തായാലും ഒരു ബുദ്ധിമുട്ട്. അല്ലല്ല, ഞങ്ങൾക്കൊരു ഇത് പെട്ടെന്ന് ചികിത്സക്ക് ഇത്രയും ഫലം കിട്ടുന്നത് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയതാന്നൊക്കെ പറയുവാണ്. അങ്ങനെ കണ്ണൻ പറയുവാണ്, കണ്ടോ ഇപ്പൊ എന്റെ ഭാര്യ കൂടെ വന്നപ്പോഴെന്താ പ്രയോജനം എന്ന് മനസ്സിലായില്ലേന്ന് പറയുവാണ്. അങ്ങനെ അന്തിച്ചു നിന്നിട്ട് കരുണം ദുർഗയോടും മഞ്ജുനോടും പറയുവാണ്, ഓ ഇപ്പൊ കണ്ടില്ലേ, അയാൾ ഇനി എഴുന്നേറ്റും കൂടി നടക്കും. അയാൾക്ക് ഒരു കാലിന് ചലനശേഷി കിട്ടിയിട്ടുണ്ട്, പിന്നെ അയാൾ എഴുന്നേറ്റ് അധികം താമസം നടക്കും. എല്ലാ പണിയും പാളുവാണല്ലോ. എത്രയും വേഗം മേഘേട്ടനെ വിളിച്ചു പറയാൻ പറയുവാണ്. അങ്ങനെ വാമദേവനെ വിളിച്ചിട്ട് ദുർഗ കാര്യങ്ങളൊക്കെ പറയുവാണ്. വാമദേവൻ പോയി മേഘനോട് പറയുവാണ്, ഇനി ഒന്നും നടക്കത്തൊന്നുമില്ല, അവന്റെ കാലൊക്കെ ചലിച്ചെന്ന്. മേഘൻ അത് കേട്ട് ഞെട്ടുവാണ്. എന്നിട്ട് മേഘം പെങ്ങളെ കുറ്റപ്പെടുത്തുവാണ്, നിനക്ക് അവനെ കല്യാണം കഴിക്കത്തില്ലായിരുന്നു, ഇപ്പൊ കാലൊക്കെ ചലിക്കുമായിരുന്നെങ്കിൽ നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടത്തില്ലായിരുന്നു. അപ്പൊ പെങ്ങളി വയ്ക്കുവാണ്, ഇങ്ങനത്തെ കാലം ഒക്കെ ആകുമെന്ന് നമ്മൾ വിചാരിച്ചോ എന്ന്. അപ്പൊ പറയുവാണ്, ഇത്രയും നാളെ ഞാനും എൻ്റെ പെങ്ങള് ദുർഗയും കൂടെ ഉള്ള ഇതെല്ലാം കൂടെ കൊടുത്ത് മരുന്നെല്ലാം കൂടെ കൊടുത്ത് വെച്ചോണ്ടിരുന്നതല്ലേ, അതുകൊണ്ടല്ലേ അവന് കാലിന് ചലനശേഷി ഇല്ലാഞ്ഞത്, അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറയുവാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചാരുവാണ്.
അപ്പം ദുർഗയുടെ മറ്റേ അല്ല മേഘന്റെ അമ്മ ശപിക്കുവാണ്, ആ പെണ്ണിങ്ങോട്ട് കയറി വരുമ്പോൾ നിന്നെ കൊണ്ടൊരു ഒന്നിനും കൊള്ളാത്തവനാണല്ലോടാ, അവക്ക് കൊടുക്കാനും ഇല്ല, ഒരു പണിയും ഇല്ല, നിന്റെ പണിയിൽ നിന്ന് പിരിച്ചു വിട്ടു, ഇപ്പൊ അച്ഛന്റെ മാത്രമേ സാമ്പത്തികം മാത്രമേ ഉള്ളൂടോ എന്നൊക്കെ പറഞ്ഞ അമ്മായി ഭയങ്കര വഴക്ക് പറയുന്നുണ്ട്. എന്നിട്ട് പറയുവാണ് പ്രതാപനെ വിളിച്ചു പറയാമെന്ന്. അപ്പം മേഘം പറയുക പ്രതാപനെ വിളിച്ചു പറ, എന്തിനാ ഇനി അയാളെ വിളിച്ചു പറഞ്ഞ് ചോദിക്കുവാണ് അമ്മായി. അപ്പൊ പറയുക അയാളെ വിളിച്ചു പറഞ്ഞത് പ്രയോജനമുണ്ട്, അയാളെ വിളിച്ചു പറഞ്ഞ ഇങ്ങനൊന്നും സംഭവിച്ചില്ല, കാലടങ്ങി എന്ന് പറഞ്ഞാൽ അയാൾ അടുത്ത കൊട്ടേഷൻ വേണ്ടി പ്ലാൻ ചെയ്യും. അതുകൊണ്ട് അയാളെ വിളിച്ചു പറയാൻ വേണ്ടി പറയുവാണ്. പക്ഷെ ഇവര് വിളിച്ചു പറഞ്ഞതിന് മുമ്പ് തന്നെ മോഹിനി പറയുവാണ്, മോള് വിളിച്ചിരുന്നു, കണ്ണന് നല്ല ചികിത്സക്കൊക്കെ നല്ല മാറ്റമുണ്ട്, കണ്ണന്റെ കാലിന് ചലനശേഷി കിട്ടിയെന്നാ പറയുന്നത്. അത് കേട്ടിട്ടാണ് മുത്തശ്ശിയും പ്രതാപനും കൂടെ കണ്ണും തള്ളി നിൽക്കുവാണ്. പിന്നാണ് ഇന്നത്തെ പ്രൊമോ കാണിച്ചേക്കുന്നത് നാളത്തെ. അപ്പൊ നാളെ മഞ്ജുവിന്റെ കല്യാണമാണ്. മഞ്ജു നല്ല ഒരുങ്ങിയൊക്കെ നല്ല സ്വർണ്ണമൊക്കെ ഇട്ട് മുല്ലപ്പൂ ഒക്കെ ചൂടിയിരിക്കുന്നതായിട്ടാണ് നാളെ കാണിച്ചേക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.